ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും പുറത്തേക്ക്. എൻ വാസുവിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. അതേസമയം കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി നീട്ടി. കേസിൽ സുപ്രീംകോടതി ഗുരുതര പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികളുണ്ട്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്നൊപ്പം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. സൂര്യഗായത്രിയിലേക്കാണ് ആദ്യം. സൂര്യഗായത്രി, ഇതിപ്പോൾ 5ാമത്തെ ആളാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, ജയിലിന് പുറത്തേക്ക്. എപ്പോഴാണ് എൻ വാസു ജയിലിന് പുറത്തേക്ക് വരുന്നതെന്നതാണ്. അദ്ദേഹവും സ്വാഭാവിക ജാമ്യം തേടി ഇറങ്ങുകയാണ്. ഇന്ന് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നല്ലോ. അല്പസമയത്തിനകം തന്നെ, അതായത് അധിക സമയമില്ല എൻ വാസു ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ എൻ വാസു പുറത്തേക്ക് ഇറങ്ങുകയാണ്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യം നേടിയാണ് എൻ വാസു പുറത്തിറങ്ങുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, സംസ്ഥാനം വിട്ടു പോകരുത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത് എന്നത് ഉൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് എൻ വാസുവിന് ജാമ്യം നൽകിയിരിക്കുന്നത്. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിലും കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം ഇന്ന് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഹർജിയിൽ കോടതി നാളെയാണ് വിധി പറയുക. അതുകൂടാതെ തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൻ എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടുന്ന ഒരു നടപടി കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും 5ാമത്തെ വ്യക്തിയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 പേരിൽ 3 പേരും സ്വാഭാവിക ജാമ്യം ലഭിച്ചു തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എൻ വാസുവും സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അടുത്ത ദിവസം KS ബൈജുവും, അതായത് ഈ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ അതേ സാഹചര്യം തന്നെയാണ് എൻ വാസു ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങിയ അതേ സാഹചര്യം തന്നെയാണ് നാളെയും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇടക്കാല കുറ്റപത്രം പോലെ എസ്റ്റേറ്റ് സമർപ്പിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് KS ബൈജു അടുത്ത ദിവസം തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. ശരി, എൻ വാസു അല്പസമയത്തിനകം ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അതിനിടെയാണ് എസ് ജയശ്രീക്ക് ഇന്ന് താത്കാലിക ആശ്വാസം സുപ്രീംകോടതിയിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഗുരുതരമായ പരാമർശങ്ങൾ സുപ്രീംകോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇതിനു മുൻപും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രൂക്ഷമായ വിമർശനം ഉണ്ടായതാണ്. ഇന്നും അതുപോലെ തന്നെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. കട്ടിളപ്പാളിയിലെ വിഷയം, കൊടിമരത്തിലെ വിഷയമോ, ഇതൊക്കെ ഞങ്ങൾ വാർത്ത വായിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് സുപ്രീംകോടതി പറയുകയാണ്. ഒപ്പം ജയശ്രീയുടെ കാര്യത്തിൽ തൽക്കാലത്തേക്ക് മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ അതൊരു തിരിച്ചടിയല്ല. അറസ്റ്റ് അത് നീട്ടി, നോ ടു അറസ്റ്റ് എന്നുള്ളത് നീട്ടിയിട്ടുണ്ട്. പക്ഷേ ജയിലിൽ അത് ചികിത്സ നൽകുന്നതിനെ കുറിച്ച് കൂടി കോടതി ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തിലാണ് സുപ്രീം കോടതി ഇക്കാര്യത്തെ കാണുന്നത്? അനുജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രീം കോടതി സമീപിച്ച പ്രതികളിൽ അല്പമെങ്കിലും ആശ്വാസം, അല്ലെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചത് അത് ജയശ്രീക്ക് മാത്രമാണ്. കാരണം ഇതിനു മുൻപ് സമീപിച്ച പ്രതികൾക്കെല്ലാം അവരുടെ ജാമ്യാപേക്ഷ രൂക്ഷ വിമർശനത്തോടെയാണ് സുപ്രീം കോടതി തള്ളിയത്. ഇന്നിപ്പോൾ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ച ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്ന് തുടക്കത്തിലെ പറഞ്ഞിരുന്നു. പക്ഷേ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടുകൂടിയാണ് സുപ്രീം കോടതി തന്നെ ചോദിച്ചു, ജയിലിൽ ഇതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകാം എന്ന് കോടതി പറഞ്ഞു. വീണ്ടും ഇത് തന്നെ, അതായത് ജയശ്രീ പറഞ്ഞു തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോഴാണ് ഈ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി വീണ്ടും നീട്ടി നൽകിയിരിക്കുന്നത്. പകരം ഈ മാസം 18-ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകി. പക്ഷേ എന്നിരുന്നാലും സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ ഇന്നും നടത്തുകയുണ്ടായി. അതായത് ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് ജയശ്രീയോട് ചോദിച്ചു. അതായത് ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിച്ചില്ലേ, കൊടിമരത്തിലെ സ്വർണം വരെ കൊള്ളയടിച്ചു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ ഗൗരവ സ്വഭാവമുള്ള നിരീക്ഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ കേസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനുശേഷം കോടതി തന്നെ പറഞ്ഞു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ ജയശ്രീ ഹാജരാവുകയും ചെയ്തു. എന്നാലും നിലവിൽ ജയശ്രീക്ക് മാത്രമാണ് ഒരു താൽക്കാലിക ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. അതാണ് അതിനിടെ പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ രൂക്ഷമായ പരാമർശങ്ങൾ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.